ന്യൂസ് ഡീകോഡിലേക്ക് നമ്മൾ വിശദമായി വരികയാണ്. നിലമ്പൂരിൽ ആരെന്ന ചോദ്യത്തിന് UDF ഒടുക്കം ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ആ പേര് ആര്യാടൻ ഷൗക്കത്ത് എന്നാണ്. പിതാവിന്റെ പേരും പാരമ്പര്യവും പിന്നെ സിനിമാ സാംസ്കാരിക പരിവേഷവുമൊക്കെയായി 2016 ഒരു തവണ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു ഷൗക്കത്ത്. പക്ഷേ PV അൻവർ എന്ന പഴയ ഒരു കോൺഗ്രസുകാരനെ കളം മാറ്റിയിറക്കി CPM നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ അടിപതറിപ്പോയി. പിന്നെ ആ മണ്ണും മണ്ഡലവും അൻവർ അടക്കി ഭരിച്ച 9 വർഷം അപ്രതീക്ഷിതമായി ഇപ്പോൾ അൻവറിനാൽ തന്നെ വീണു കിട്ടിയ ഒരവസരം. ബാക്കിയുള്ളത് 8 മാസം മാത്രം. അത്രയെങ്കിൽ അത്ര. ഷൗക്കത്തിനെ തന്നെ എങ്ങനെയെങ്കിലും സഭയിലെത്തിക്കണമെന്നത് കോൺഗ്രസ് നല്ലപോലെ ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. ഷൗക്കത്ത് വേണ്ട, ജോയ് മതിയെന്ന അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന് കോൺഗ്രസിലെ നേതാക്കൾ മുഴുവൻ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനവും അൻവറും പാർട്ടിയും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു UDF പ്രവേശനം ഇപ്പോഴും അകലെയായതുകൊണ്ട് അൻവർ ഇപ്പോഴും ഭീഷണിയും സമ്മർദ്ദതന്ത്രവുമായി UDF ആഫീസിന് മുന്നിൽ കാത്തുകെട്ടിയിരിപ്പുണ്ട്. UDF എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം. എന്തായാലും ഇനിയുള്ള കാത്തിരിപ്പ് LDF സ്ഥാനാർത്ഥി ആരെന്നതാണ്. ജോയി ആണെങ്കിൽ കുളം കലക്കാമെന്ന് കരുതിയിരുന്നതാണ് CPM. ആ സാധ്യതയാണ് കോൺഗ്രസ് വെട്ടിയത്. ഇനി കൂട്ടിലുള്ളവരെ തന്നെ ഇറക്കണം, അല്ലെങ്കിൽ പുതിയൊരു പൊതുസമ്മതനെ തേടണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ എന്ന വിശേഷണം വന്നതിനാൽ തന്നെ സീറ്റ് നിലനിർത്താൻ ആവനാഴിയിലെ സകല അസ്ത്രങ്ങളും എടുത്ത് CPM പ്രയോഗിക്കുമെന്നുറപ്പ്. നിലമ്പൂർ ആരെ തുണക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനിയുള്ള 24 ദിവസം രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും മലയോര മണ്ഡലമായ നിലമ്പൂരിനെ ചുറ്റിപ്പറ്റിയിരിക്കുമെന്നുള്ളതാണ്. നമുക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളുടെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അടങ്ങുന്ന വിശകലനങ്ങളിലേക്കാണ് വരുന്നത്. അതിന് മുമ്പ് ഞങ്ങളുടെ പ്രതിനിധികൾ സാജിദ് അജ്മലും ജംഷീർ കൊടിഞ്ഞിയും നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം സാജിദ് അജ്മലിലേക്ക്. സാജിദ്, ഒരു പകൽ നീണ്ട, ഒരു പക്ഷെ ഇന്നലെ രാത്രിയും ഇന്നത്തെ ഒരു പകലും നീണ്ട മാരത്തൺ ചർച്ചകൾ കൊടുക്കം ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് തന്നെ കോൺഗ്രസ് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ജോയിയും പിന്നീട് 2 പേരുമല്ലാത്ത മറ്റു പേരുകളൊക്കെ ഉയർന്നു കേട്ടതാണ്. ഒടുക്കം ഈ ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു പകൽ കൂടി കടന്നാൽ ഒരു പക്ഷേ ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ നീങ്ങുന്ന അവസ്ഥ ഇല്ലാതാക്കി ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ എങ്ങനെ കഴിഞ്ഞു കോൺഗ്രസിന്? സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ഒരു പേരായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത്. ഇതിൽ 2 പേരുകൾ മാത്രമേ തുടക്കം മുതൽ പരിഗണിച്ചിരുന്നുള്ളൂ. അത് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന KPCCയുടെ ഈ സെക്രട്ടറി ആയിരുന്ന വ്യക്തി, ആര്യാടൻ മുഹമ്മദ് എന്ന വലിയ നേതാവിൻ്റെ മകൻ, അതോടൊപ്പം തന്നെ DCCയുടെ പ്രസിഡന്റായ BS ജോയ്, ഈ 2 പേരുകൾ മാത്രമാണ് പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അതിൽ പിന്നീട് KPCC പുനഃസംഘടനയ്ക്ക് ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തുന്നത്. ഈ പുതിയ KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കമുള്ള ആളുകൾ വന്നു. അതിൽ ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിൽ ഈ PV അൻവർ എന്ന LDFന്റെ MLA ആയിരുന്ന വ്യക്തി രാജിവെച്ച് അദ്ദേഹം ഈ പിണറായിസത്തെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം കളത്തിലിറങ്ങുന്നു. ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞത് ആരെ മത്സരിപ്പിച്ചാലും താൻ അതിനെ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ രാജിവെച്ച ആ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ ഷൗക്കത്ത് മത്സരിച്ചാൽ പിന്തുണയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഷൗക്കത്തോ, അത് ആരാണ്, അത് എഴുതി നടക്കുന്ന സിനിമ പിടിക്കുന്ന ആളല്ലേ എന്നായിരുന്നു ചോദിച്ചത്. ഈ VS ജോയ് മത്സരിക്കണം എന്ന് അദ്ദേഹം തീർത്ത് പറയുകയും ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞത് ഈ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അത് ക്രിസ്ത്യൻ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇത് കൃത്യമായി അറിയുന്ന ആളാണ് ജോയി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം, UDFന് UDFന്റെ നിലപാടുമായി മുന്നോട്ട് പോകാം, ഈ പിണറായി വിജയനെ തോൽപ്പിക്കുക, പിണറായിസത്തെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി താൻ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലത്തോടു കൂടി അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റുകയായിരുന്നു. അദ്ദേഹം ജോയ് തന്നെ മത്സരിക്കണം എന്ന് പറയുകയും ഈ ഷൗക്കത്തിന് കാര്യമായ ജനപിന്തുണ ഇല്ല എന്നുള്ളൊരു വാദം പറയുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചനകൾ നടത്തി. VD സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കൾ കൂടിയാലോചനകൾ നടത്തി, ചർച്ചകൾ നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി. അതിൽ പല പേരുകളും ഉയർന്നു വന്നിരുന്നു.
അതിൽ അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് ഇവിടുന്ന് മത്സരിച്ച VV പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെ പേര് പോലും അതിൽ വന്നിരുന്നു. പിന്നീട് സന്ദീപ് വാര്യരുടെ പേര്, VT ബൽറാമിന്റെ പേര് എല്ലാം തന്നെ കേട്ടിരുന്നു. പക്ഷേ ഈ അൻവറിന് മുൻപിൽ അങ്ങനെ വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. അൻവറിന് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്ന് നേതൃതലത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരു നേതാവ് പോലും നമുക്ക് അറിയാൻ കഴിഞ്ഞിടത്തോളം നേതൃതലത്തിലെ ഒരാൾ പോലും ഈ ആര്യാടൻ ഷൗക്കത്തല്ലാത്ത ഒരു പേരോ അല്ലെങ്കിൽ ഈ അൻവറിന് വഴങ്ങണമോ എന്നുള്ള കാര്യത്തിൽ മറിച്ചൊരു നിലപാട് പറഞ്ഞില്ല എന്നും കൂടിയുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന സാധ്യത, ഈ അൻവറിന്റെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും? അൻവർ വിചാരിച്ച ഇടത്ത് കാര്യങ്ങൾ വന്നിട്ടില്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു UDF പ്രവേശനമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. അതിനിയും അകലെയാകുന്നത് കൊണ്ടുള്ള ഒരു ഭീഷണിയും സമ്മർദ്ദതന്ത്രവുമാണ് ഇപ്പോഴും അദ്ദേഹം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു 2 ദിവസം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അൻവറിന്റെ നീക്കങ്ങൾ എങ്ങനെയാകും? നമ്മൾ മനസ്സിലാക്കുന്നത് അൻവർ ഇപ്പോഴും സമ്മർദ്ദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പാണ്, അതിന്റെ അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിയും. നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ കണ്ടതാണ്. കാരണം ഈ സരിൻ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മാറുന്നു, അവസാന ലാപ്പിലെത്തുമ്പോൾ ചിത്രം മാറി മറിയുകയാണ്. അവിടെ ഈ നീലപ്പെട്ടി വിവാദമൊക്കെ വന്നതാണ്. ഇവിടെയും അൻവർ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് പ്രായോഗികമായി അദ്ദേഹം ഈ LDF എതിർക്കുകയാണെങ്കിൽ, പിണറായി വിജയനെ എതിർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി അതാരായാലും വിജയിച്ചേ മതിയാകൂ. അതിന് അദ്ദേഹം ഷൗക്കത്തിനെ പിന്തുണയ്ക്കും എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാത്ത പക്ഷം അദ്ദേഹം സ്വന്തം മത്സരിക്കുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം സ്വാഭാവികമായും വരും. അവിടെ LDFും UDFനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദ തന്ത്രവും ഭീഷണിയും പഴറ്റിക്കൊണ്ടിരിക്കുന്നു PV അൻവർ. അദ്ദേഹത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്താണെന്ന് കൂടി കണ്ടറിയണം. നമുക്ക് ഇനി അറിയേണ്ടത് UDFന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുന്നു, LDFൽ ആര് എന്നുള്ളതാണ്. ജംഷീർ കൊടിഞ്ഞുകൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജംഷീർ, ഇതിപ്പോ ആര്യാടൻ ഷൗക്കത്ത് അല്ലായിരുന്നുവെങ്കിൽ, VS ജോയി ആയിരുന്നെങ്കിൽ ഷൗക്കത്തിനെ കളം മാറ്റി ഒരു മറ്റൊരു സ്ട്രൈക്കിലേക്ക് കടക്കാം എന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു CPM-ന്. പക്ഷേ അത് ഷൗക്കത്തിനെ തന്നെ UDF കളത്തിലിറക്കിയതോടുകൂടി അത് പാളിപ്പോകുന്നത് നമ്മൾ കാണുകയാണ്. ഇനിയിപ്പോൾ CPM പാളയത്തിൽ തന്നെ ഉള്ള ഒരാളെ രംഗത്തിറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പൊതുസമ്മതനെ തേടേണ്ടി വരും. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകമാണ്, അവിടെയാണ് ചർച്ച നടക്കുന്നത്. ഏതൊക്കെ പേരുകൾക്കാണ് ഇപ്പോൾ CPM അണിയറയിൽ മുൻതൂക്കം? സൈഫു, നമുക്ക് മനസ്സിലാക്കുന്ന പ്രകാരം നേരത്തെ സൈഫു സൂചിപ്പിച്ചതുപോലെ ഇപ്പം VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ഇടയുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കാമെന്നുള്ള ചിന്തകളൊക്കെ ഒരു പക്ഷേ LDFന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നൊരു സാഹചര്യം, അത് ഔദ്യോഗികമായി പ്രഖ്യാപനം നടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പാർട്ടിക്കകത്തു നിന്ന് തന്നെയുള്ള ചില ആളുകളുടെ പേരുകൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതെന്ന് തന്നെയാണ്. പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് പാർട്ടി പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും 3 പേരുകൾ, തോമസ് മാത്യു, ശരൺ റോയി, അതുപോലെ തന്നെ DYFയുടെ P ഷെബീർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. നാളെ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിലവിലെ സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ ഈ നേരത്തെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ആരാകും എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആരെയെന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം അത് വ്യക്തമായിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്താണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഷൗക്കത്തിനെ ഈ ഷൗക്കത്താണ് UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണമെന്ന് കൃത്യമായുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നാളെ സെക്രട്ടറിയിൽ നടക്കും. അതിനുശേഷമായിരിക്കും ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. അതൊരു ഈ വരുന്ന ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ അൻവറിന്റെ നീക്കങ്ങൾ എന്താണെന്ന് കൂടി ഇപ്പോൾ CPM നിരീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അൻവർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പ്രഖ്യാപിച്ചതോടുകൂടി അൻവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. UDFുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിക്കും എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം കൂടി മത്സരരംഗത്ത് മത്സരിക്കാൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി അൻവർ നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ അൻവറിന്റെ നീക്കം കൂടി എങ്ങനെയായിരിക്കുമെന്ന കാര്യം കൂടി CPM പരിശോധിക്കുന്നുള്ള CPM നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ അൻവറിന്റെയും
UDF-ന്റെയും നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരിക്കും LDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക യോഗമായിരിക്കും നാളെ ഉണ്ടാവുക. എല്ലാ സാധ്യതകളും എല്ലാ നീക്കങ്ങളും പരിശോധിച്ച ശേഷം തന്നെയായിരിക്കും CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. അൻവറിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അൻവർ സ്വന്തം നിലയ്ക്ക് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് യോജിച്ച ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഒരുപക്ഷെ CPM കളത്തിലിറക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ പ്രമുഖരായ ആരെങ്കിലും, നിലവിലുള്ള നേതാക്കളിൽ ആരെങ്കിലും നിർത്തും, അതോ ഒരു പൊതു സ്വതന്ത്രൻ വരുമോ അല്ലെങ്കിൽ ഒരു പുതുമുഖം വരുമോ എന്നൊക്കെ ഉറ്റുനോക്കുകയാണ്. എന്തായാലും UDF ആരെ നിർത്തുന്നു, UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം അക്കാര്യം കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് നേരത്തെ തന്നെ MV ഗോവിന്ദൻ അടക്കം CPM നേതാക്കൾ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി വന്നതോടെ ഇനിയുള്ള നീക്കങ്ങൾ, LDF-ലെ കരുനീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ആകാംക്ഷ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ ആഴത്തിലുള്ള ചിത്രത്തിലേക്ക് വരേണ്ടതുണ്ട്.